ഹായ് ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. ഇറ്റ്സ് മീ ആദില. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളിലുള്ള അമ്മമാർക്കും ഉമ്മമാർക്കും എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഒരു 2-3 ആൾക്കാരെല്ലാം കമൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടേനു, മോൾക്ക് എന്താണ് ഫുഡ് കൊടുക്കല്ലേ, മോളുടെ ഫുഡ് റൂട്ടീൻ കാണിക്കുമെന്നെല്ലാം. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മോൾക്ക് യൂസ് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളും പിന്നെ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ കുറുക്കിൻ്റെ റെസിപ്പിയും എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ഒരു 4 മാസം മുന്നേ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടേനു, ബഹ്റൈനിൽ മോക്ക് എവിടുന്ന ഡ്രസ്സ് വാങ്ങിക്കല്, മോക്ക് കൊടുക്കുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ എവിടുന്ന വാങ്ങിക്കല്, പിന്നെ ബഹ്റൈനിലെ അറിവിൽ ഹോം ബേക്കേഴ്സ് ഉണ്ടോ, ഇങ്ങനെയെല്ലാം ചോദിച്ചിട്ട്. അപ്പോൾ വീഡിയോ ചെയ്യണേന്നെല്ലാം പറ്റി കമൻറ്റ് ഇട്ടതേനു. അപ്പോൾ സോറി ഇത്രയും ഡിലേ ആക്കിയതിന്. അപ്പോൾ അതിനുള്ള ആൻസർ പറയാം. പിന്നെ മോക്ക് എവിടുന്ന ഡ്രസ്സ് വാങ്ങിക്കലെന്ന് ചോദിച്ചിനു. അപ്പോൾ ബഹ്റൈനിൽ വാങ്ങിക്കുന്നത് എവിടുന്നാന്ന് വെച്ചാൽ അധികം വാങ്ങിക്കൽ മദർ കെയർ എന്നാണ്. മദർ കെയറിൽ നല്ല നല്ല അടിപൊളി കളക്ഷൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കലുണ്ട്. പിന്നെ ഈ 24 റെഡ് ടാഗിൽ അടിപൊളി കളക്ഷനാണ് കേട്ടോ. ഭയങ്കര നല്ല ഡ്രസ്സ് കാണുന്നുണ്ട്. പക്ഷെ അവിടുത്തെ റേറ്റ് കണ്ടാൽ അതേപോലെ അങ്ങ് ഇറങ്ങി വന്നോകും. അപ്പോൾ ഈ ഒരു സീസൺ ടൈമിൽ ഉണ്ടാകുമല്ലോ, ഭയങ്കര ഓഫറെല്ലാം ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ടൈമെല്ലാം പോയിട്ട് വാങ്ങിക്കുക. നമുക്ക് റെഡ് ടാഗ് കയറി കഴിഞ്ഞാൽ ഓരോന്ന് വേണം തോന്നും കേട്ടോ. പിന്നെ ആ ഒരു റേറ്റ് കാണുമ്പോൾ പിന്നെ ആ ഒരു മൈൻഡ് അങ്ങ് മാറിപ്പോകും. അപ്പോൾ ഭയങ്കര റേറ്റ് ആണെങ്കിലും ആ റേറ്റിനൊത്ത ക്വാളിറ്റി ആയിരിക്കും. അപ്പം നല്ല അടിപൊളി ഡ്രസ്സ് റെഡ് ടാഗിലുണ്ടാകും. 24-ലും ഉണ്ടാകും. 24-ലെ ക്വാളിറ്റി കുറച്ച് കുറവാണെങ്കിലും അത്യാവശ്യം നല്ല ഡ്രസ്സെല്ലാം ഉണ്ട്. പിന്നെ മദർ കെയർ ഈ ഒരു 3 സ്ഥലത്തു നിന്നാണ് കേട്ടോ ഞാൻ അധികം വാങ്ങിക്കല്. പിന്നെ ഈ ചിലപ്പം ഈ സൂക്കിലൂടെല്ലാം നടക്കുമ്പം ചിലപ്പോൾ ഡെയിലി വിയേഴ്സ് എല്ലാം ഈ സൂക്കിൽ നിന്നെല്ലാം വാങ്ങിക്കലുണ്ട്. പിന്നെ നാട്ടിൽ നിന്ന് എവിടെ നിന്നാണ് വാങ്ങിക്കലെന്ന് വെച്ചാൽ ഷോപ്പിൽ നിന്നും വാങ്ങിക്കലുണ്ട്. ടൗണിലെല്ലാം പോയിട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കലുണ്ട്. പിന്നെ ഡെയിലി വിയേഴ്സ് എല്ലാം അധികം മീഷോ, ഫ്ലിപ്കാർട്ടിനേക്കാളും എനിക്ക് ഡെയിലി വിയേഴ്സ് അധികം മോസ്റ്റ്ലി ഇഷ്ടമായത് മീഷോ എന്നാണ്. പിന്നെ അതും പുറത്തുനിന്നും വാങ്ങിക്കലുണ്ട്. പിന്നെ പുറത്തേക്കെല്ലാം പോകുമ്പോഴുള്ള ഡ്രസ്സ് ഞാൻ അധികം ഈ ഒരു ചെറിയ പ്രായത്തിലെല്ലാം ഞാൻ ഈ ഹോപ്പ് സ്കോച്ച് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് വാങ്ങിക്കലുണ്ട്. നല്ല ഡ്രസ്സ് ഉണ്ട് അതിൽ. എനിക്ക് പേഴ്സണലി ഇഷ്ടമായ കുറേ ഡ്രസ്സിൻ്റെ ഞാൻ അതിൻ്റെ ഒരു ഹോൾ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറേ വാങ്ങിക്കലുണ്ട്. ഇപ്പോൾ 1 വയസ്സ് കഴിഞ്ഞപ്പോൾ വാങ്ങിക്കൽ കുറവാണ്. ഇപ്പം അധികം ഷോപ്പിൽ പോയിട്ട് തന്നെയാണ് വാങ്ങിക്കൽ. 3 മാസം കഴിഞ്ഞ പാടെ ഞാൻ അധികം പുറത്തുനിന്ന് വാങ്ങിക്കൽ കുറവാണ്. അന്നേരം ഞാൻ അധികം ഈ ഒരു ഹോപ്പ് സ്കോച്ച് എന്നുള്ള ആ ഒരു ആപ്പ് നിന്നാണ് കേട്ടോ വാങ്ങിക്കൽ. അപ്പോൾ അതിൽ നല്ല ക്വാളിറ്റിയാണ്. മെറ്റീരിയൽ ആണെങ്കിലും നല്ല ക്വാളിറ്റി ആയിരിക്കും. കുറച്ച് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. എന്നാലും നമുക്കിപ്പോൾ ഷോപ്പിലാണെങ്കിലും റേറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു റേറ്റിൽ തന്നെയാണ് കിട്ടുക. എന്നാലും നല്ല ട്രെൻഡി ആയിട്ടുള്ള നല്ല അടിപൊളി ക്ലോത്തിൽ നമുക്ക് നല്ല ഡ്രസ്സ് കിട്ടും. പിന്നെ ബഹ്റൈനിൽ ഹോം ബേക്കേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാനും ബഹ്റൈനിലുള്ള ടൈം 2-3 പ്രാവശ്യമാണ് കേട്ടോ കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായത്. അതിൽ ഒരു പ്രാവശ്യം വാങ്ങിച്ചത് ഒരു ഹോം ബേക്കർ ബിസ്ട്രോ ബഹ്റൈൻ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് മോളുടെ 6 മാസത്തെ ഒരു ഹാഫ് ബർത്ത്ഡേ കുട്ടി സെലിബ്രേഷൻ പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഹാഫ് കേക്ക് ബിസ്ട്രോ ബഹ്റൈനുള്ള ഒരു പേജിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായത്. കേക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു. ഒരു പിങ്ക് തീമിലാന്ന് തോന്നുന്നു കേട്ടോ ആ ചെയ്തിട്ടുണ്ടായത്. അപ്പം ഞാൻ അതിൻ്റെ ഫോട്ടോ ഇവിടെ കൊടുക്കാം. പിന്നെ 2 പ്രാവശ്യം വാങ്ങിച്ചത് കേക്ക് ബോക്ക് എന്ന് പറഞ്ഞ ഒരു ഷോപ്പിൽ നിന്നാണ്. അപ്പോൾ അവിടെ ചെറിയ കുഞ്ഞു മിനി കേക്ക് തൊട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്കും പിന്നെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേൻ്റെ ടൈം ആയിട്ട് ഞാൻ സർപ്രൈസ് ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കുഞ്ഞു മിനി കേക്കും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹോം ബേക്കിംഗ് തന്നെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആകെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതിൻ്റെ എക്സ്പീരിയൻസ് പറയാന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി കേക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഹോം ഡെലിവറിയും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുതരുകയും ചെയ്യും. രണ്ടാളും കൊണ്ടുതരും കേട്ടോ. അപ്പോൾ ബാക്കി ആൾക്കാരുടെ കാര്യം എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ വാങ്ങിക്കുന്നത് പറഞ്ഞതേ ഉള്ളൂ. റിപ്പീറ്റ് ആയിട്ട് കമൻറ്റ് ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. 4 മാസം തൊട്ടേ വരുന്ന കമൻറ്റാണ്. അപ്പോൾ ഞാൻ ആ ടൈമൊന്നും അത്ര വലിയ ആക്റ്റീവായിട്ട് അങ്ങനെ വീഡിയോ ഇടണം എന്നുള്ള ഒരു മൈൻഡിലല്ലാത്തതുകൊണ്ട് അങ്ങനെ ഡിലേ ആയിപ്പോയതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴും കമൻറ്റ് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ നോമ്പലായതുകൊണ്ട് ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്നത് നോമ്പായതുകൊണ്ടാണ്. അപ്പോൾ തൊണ്ടയിലും ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങൾ അതെല്ലാം ഒന്ന് അവോയ്ഡ് ചെയ്യുക. നമുക്ക് മോളുടെ ഫുഡ് റൂട്ടീനെല്ലാം എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ മോക്ക് കൊടുക്കുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ ബഹ്റൈനിൽ നിന്ന് വാങ്ങിക്കുന്നത് പ്രത്യേകിച്ച്
ലുലു ഹൈപ്പർ മാർക്കറ്റ് തന്നെയാണ് കേട്ടോ വാങ്ങിക്കല്. അപ്പൊ അവിടെ ചെറിയ പാക്കറ്റ് സെർലാക്ക്, പിന്നെ ഫ്രൂട്ട്സിന്റെ ഒരു ജാമ് പോലത്തെ ഒരു ജെല്ലി പോലത്തെ ഒരു സംഭവം കിട്ടും, ചെറിയൊരു ഗ്ലാസ് ബോട്ടില്. ഇത് രണ്ടും ഞാൻ അധികം വാങ്ങിക്കുന്ന സംഭവമാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് പുറത്തേക്കെല്ലാം പോകുന്നെങ്കിൽ ആ ഒരു പാക്കറ്റ് സെർലാക്ക് നല്ല യൂസ്ഫുൾ ആണ്. അപ്പൊ നിങ്ങൾ അതെല്ലാം വാങ്ങിക്കുമ്പോൾ അതിലെ ഷുഗർ കണ്ടന്റ് നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ. അപ്പൊ 13 ഗ്രാമിന്റെ മേലയിൽ ഷുഗർ ലെവൽ വരുന്നത് തീരെ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല. അപ്പൊ 10 ഗ്രാം 8 ഗ്രാം ഇങ്ങനെയെല്ലാം അളവിൽ വരും കേട്ടോ. അപ്പൊ നിങ്ങൾ മാക്സിമം ഷുഗർ ലെവൽ കുറഞ്ഞത് കുട്ടിക്ക് നല്ല ഇഷ്ടമുള്ള ഫ്ലേവർ ഇതെല്ലാം നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇങ്ങനത്തെ എല്ലാം കേട്ടോ അവിടുന്ന് വാങ്ങിക്കല്. പിന്നെ വെജിറ്റബിൾസ് വാങ്ങിക്കല് സ്വീറ്റ് പൊട്ടറ്റോ, പിന്നെ പംകിന്, ഇതെല്ലാം സ്റ്റീം ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഭയങ്കര നല്ലതാണ്. കുട്ടികളെ ഹെൽത്തിനും എല്ലാം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെറുതെ ആവിയിൽ ഇങ്ങനെ സ്റ്റീമറിൽ വെച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. പിന്നെ ഫ്രൂട്ട്സിൽ എല്ലാ ഫ്രൂട്ട്സും ഓൾമോസ്റ്റ് കൊടുക്കലുണ്ട്. അതിൽ ഈ ബട്ടർ ഫ്രൂട്ട് എന്ന് പറയൂലേ, അവക്കാഡോ, അത് അത്രയും നല്ലതാണ്. അതിൻ്റെ ഒരു ഹാഫ് ഒരു 1/4 ഭാഗം ടു അര അത്രത്തോളം കുട്ടികൾക്ക് ഒരു 6 മാസം കഴിഞ്ഞാൽ കൊടുക്കുക കേട്ടോ. അപ്പം നല്ലതാണ് കുട്ടികളെ ഹെൽത്തിനും സ്കിന്നിനും എല്ലാം നല്ലൊരു അടിപൊളി തന്നെയാണ്. അപ്പം അധിക കുട്ടികളും അങ്ങനെ കഴിക്കണമെന്നില്ല. അപ്പം അതിൽ കുറച്ച് മറ്റേ ഇവരെ പാൽപ്പൊടി ഉണ്ടാവുമല്ലോ, ഞാൻ വാങ്ങിച്ചത് നിഡോ ആണ് കേട്ടോ. അപ്പൊ എൻ്റെ മോള് അത് കുടിക്കലില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സിന്റെ അതിൽ ആഡ് ചെയ്യാനാണ് കേട്ടോ യൂസ് ചെയ്യല്. ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് പാൽപ്പൊടി മിക്സ് ചെയ്തിട്ട് ഈ ഒരു ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ഇങ്ങനെ ഉടച്ച് വെച്ചിട്ടുണ്ടാവുമല്ലോ അതിൽ മിക്സ് ആക്കിയിട്ടാണ് കൊടുക്കല്. അപ്പം കുട്ടികൾ ഇങ്ങനെ കഴിച്ചോളും. ഫ്രൂട്ട്സിൽ വേറെ നല്ലതുള്ളത് മുന്തിരി, മാങ്ങ, ആപ്പിളെല്ലാം ഞാൻ സ്റ്റീം ചെയ്തിട്ടാണ് കൊടുക്കല്. അപ്പൊ സ്റ്റീം ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഒരു ജെല്ലി പോലെ ആകും കേട്ടോ. അപ്പൊ കുട്ടിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. കഴിയുന്നതും കുട്ടിക്ക് കൊടുക്കുന്നത് നിങ്ങൾ മിക്സിനെ ജാറിൽ അരച്ച് അങ്ങനെ കൊടുക്കാണ്ടിരിക്കുക. അപ്പൊ അതിന്റെ ഗുണം മൊത്തത്തിൽ പോവുക ചെയ്യുക. അപ്പൊ അധികം ഈ സ്റ്റീം ചെയ്തിട്ടെല്ലാം കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. ആപ്പിള് ഞാൻ അധികം മിക്സിന്റെ ജാറിൽ അരക്കുന്നതിന് പകരം സ്റ്റീം ചെയ്തിട്ടാണ് കൊടുക്കല്. അപ്പൊ 1 വയസ്സ് വരെ കുട്ടികൾക്ക് ഉപ്പ്, പഞ്ചസാര ഇതൊന്നും ആഡ് ചെയ്യാത്തതാ നല്ലത് ഫുഡില്. ഞാൻ 1 വയസ്സ് വരെ അങ്ങനെ ഉപ്പും പഞ്ചസാരയും ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ കഴിക്കൂലെങ്കിൽ എങ്ങനെയെങ്കിലും കഴിപ്പിക്കാൻ നോക്കും. പഞ്ചസാര തീരെ കൊടുത്തിട്ടില്ലേനു. അപ്പൊ പഞ്ചസാരക്ക് പകരം പനങ്കൽക്കണ്ടെന്ന് മറ്റേ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. എല്ലാ ഹൈപ്പർ മാർക്കറ്റിലും കിട്ടും. ചെറിയൊരു ബോട്ടിലായിട്ട് കിട്ടും, ഒരു പൊടിയാണ്. അപ്പൊ ചില ടൈം അത് കട്ട പിടിച്ചാൽ കുത്തി പൊട്ടിക്കേണ്ടെല്ലാം വരും. അപ്പൊ ആ ഒരു പനങ്കൽക്കണ്ടം നല്ലതാണ് കേട്ടോ. പഞ്ചസാരക്ക് പകരം യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ബ്രൗൺ കളറിലുള്ള ഒരു കൽക്കണ്ടം പോലത്തെ ഒരു സംഭവമാണ്. പിന്നെ ഈത്തപ്പഴം, ഡ്രൈഡ് റേസിൻസ് എല്ലാം ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ എല്ലാം നീരെടുത്തിട്ട് അതും ആഡ് ചെയ്യലുണ്ട്. ഈ കുറുക്കിലെല്ലാം മെയിൻ ആയിട്ട് ഈത്തപ്പഴം തന്നെയാണ് കേട്ടോ ആഡ് ചെയ്യല്. അപ്പൊ കുറുക്കുണ്ടാക്കുന്ന ടൈം നിങ്ങളൊരു 1-2 ഈത്തപ്പഴം അതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാല് ആ ഈത്തപ്പഴത്തിന്റെ ആ ഒരു മധുരെല്ലാം അതിലിറങ്ങി ഫ്ലേവറും ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ കുട്ടികൾക്ക് 1 വയസ്സ് വരെ പാല് കൊടുക്കാൻ പാടില്ല കേട്ടോ. പാല് മീൻസ് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പാലുണ്ടാവുമല്ലോ, പാക്കറ്റ് പാല്, പശുവും പാല്, ആ ഒരു ടൈപ്പ് പാല് 1 വയസ്സ് വരെ കൊടുക്കാൻ പാടില്ല. അപ്പോൾ 1 വയസ്സ് കഴിഞ്ഞിട്ട് കൊടുക്കുന്നതാണെങ്കിൽ തന്നെ ഇപ്പോൾ മധുരെല്ലാം ഇട്ടിട്ട് മധുരെല്ലാം ഇട്ട് കഴിഞ്ഞാൽ അധികം കുട്ടികൾ കുടിക്കും. അപ്പൊ എൻ്റെ മോളാണെങ്കിലും മധുരം ഇല്ലാത്ത പാൽ കൊടുത്താൽ കുടിക്കൂല കേട്ടോ. 1 വയസ്സ് കഴിഞ്ഞപ്പോൾ അന്ന് പാല് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം മധുരം ഇട്ടിട്ട് വേണം കേട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട്. 1 വയസ്സ് കഴിഞ്ഞാലും സാധാരണ പഞ്ചസാരയെല്ലാം കുറച്ചായിട്ട് യൂസ് ആക്കലുണ്ട്. അപ്പൊ കുറച്ച് മധുരം ഇട്ടിട്ട് കൊടുത്തിട്ട് പിന്നെ മെല്ലെ അതിന്റെ കണ്ടന്റ് കുറച്ചിട്ട് ഇപ്പം മധുരമില്ലാത്ത പാലാണ് കേട്ടോ കുടിക്കുന്നത്. അപ്പൊ കുട്ടികൾക്ക് പെട്ടെന്ന് അങ്ങനെ ടേസ്റ്റിന്റെ ഡിഫറൻസ് അങ്ങനെ മനസ്സിലായിട്ട് പിന്നെ കുടിക്കാണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ മധുരത്തിന്റെ ലെവലെല്ലാം കുറച്ച് കൊണ്ടുവരാം. അപ്പൊ നിങ്ങൾ കഴിയുന്നതും പാലിൽ മധുരം ഇടാണ്ട് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശീലിക്കുക. അപ്പോൾ അധികം ആൾക്കാർക്കും മധുരയിട്ട പാലായിരിക്കും കുടിക്കാൻ ഇഷ്ടമുണ്ടാകുക. അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് അങ്ങനെ ശീലിപ്പിക്കാണ്ടിരിക്കുക. മധുരം നല്ലതല്ലല്ലോ. അപ്പം മെല്ലെ മധുരത്തിന്റെ അളവ് കുറച്ച് വന്നാല് കുട്ടികൾ മധുരമില്ലാത്ത പാല് കുടിച്ച് ശീലമായിക്കോളും കേട്ടോ. പിന്നെ പാല് തീരെ കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബൂസ്റ്റോ ഹോർലിക്സോ കുറച്ച് മാത്രം ഒരു ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം ആഡ് ചെയ്തിട്ട് കൊടുക്കുക. അതും നിങ്ങൾ മെല്ലെ കുറച്ചിട്ട് പാലെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് ശീലിപ്പിക്കുക കേട്ടോ 1 വയസ്സ് കഴിഞ്ഞാല്. പിന്നെ കുട്ടികൾക്ക് നല്ല സാധനമാണ് മുട്ട എന്ന് പറയുന്നത്. മുട്ട എപ്പായാലും ഒരു 7 മാസം തൊട്ടിട്ടെല്ലാം മെല്ലെ ഫുഡിൽ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ മുട്ട ഡയറക്റ്റ് എന്തായാലും ചെറുതിലൊന്നും കുഞ്ഞിലൊന്നും കഴിക്കാൻ കഴിയില്ല. അപ്പം ഞാൻ അധികം കൊടുക്കൽ ഇങ്ങനെ സ്ക്രാമ്പിൾ ചെയ്തിട്ട് ഇങ്ങനെ കുഞ്ഞു ബോള് പോലെയാണല്ലോ ഉണ്ടാവുക. അന്നേരം ഇങ്ങനെ പൊറുക്കി തിന്നോളും. അപ്പോൾ കുറച്ച് ഗീയും മുട്ടയും അങ്ങനെയെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ സ്ക്രാമ്പിൾ ചെയ്യലാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മധുരം ഇഷ്ടമുള്ള കുട്ടികൾക്കാണെങ്കിൽ കുറച്ചൊരു മധുരത്തിന് വേണ്ടിയിട്ട് ഗീ ആഡ് ചെയ്യുക. അല്ല എരിവാന്ന് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ
കുറച്ചൊരു പച്ചമുളകും കറിവേപ്പിലെല്ലാം ഇട്ട് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അങ്ങനെ ആഡ് ചെയ്യുക. അപ്പം ഞാൻ 2 രീതിയിലും കൊടുക്കലുണ്ട് കേട്ടോ. അപ്പം എൻ്റെ മോള് മുട്ട കഴിക്കാൻ ഭയങ്കര പണിയാണ്. അപ്പോൾ വലിയ മുട്ട കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ കാടമുട്ട കൊടുത്താൽ മതി. അപ്പോൾ ഒരു വയസ്സെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളിങ്ങനെ പുഴുങ്ങിയ ടൈപ്പ് മുട്ട തന്നെ കഴിക്കുമല്ലോ. അപ്പോൾ കാടമുട്ട കൊടുക്കുന്നത് നല്ലതാണ് കുട്ടികൾക്ക്. അപ്പോൾ 2 വയസ്സ് വരെയെല്ലാം 1 കൊടുക്കുക. പിന്നെ 2 വയസ്സ് കഴിഞ്ഞാൽ കുട്ടിക്ക് മാക്സിമം 2 വരെയെല്ലാം കൊടുക്കുക കേട്ടോ ആ കാടമുട്ട. അപ്പോൾ നോർമൽ മുട്ടനേക്കാളും നല്ലതാണ് കാടമുട്ട. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ചെറുതിലൊക്കെ ഞാനിങ്ങനെ മോക്ക് ഫ്രൂട്ട്സ് എല്ലാം കൊടുക്കുമ്പോൾ എല്ലാവരും പറയലുണ്ട് കേട്ടോ, ഫ്രൂട്ട്സ് കൊടുത്താൽ വയറ്റൊന്ന് പോകും, ലൂസ് മോഷൻ ആകും എന്നെല്ലാം. പക്ഷെ എൻ്റെ മോക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അത് ഓരോ കുട്ടികളെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഫ്രൂട്ട്സ് എല്ലാം കൊടുക്കുക. അപ്പോൾ ഫ്രൂട്ട്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു ലിമിറ്റിൻ്റെ അപ്പുറം കൊടുക്കാണ്ടിരിക്കുക. പിന്നെ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് അങ്ങനെ കൊടുക്കാണ്ടിരിക്കുക. ഒരു 8 മണിക്ക് ശേഷം കുട്ടികളെ ഫുഡ് കൊടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. കുട്ടിക്ക് ദഹിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ ഈ മുന്തിരി, മാങ്ങ ഇതെല്ലാം കൊടുക്കുന്നെങ്കിൽ ഒരു അളവിൻ്റെ അപ്പുറം കൊടുക്കാണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ കുട്ടിക്ക് ലൂസ് മോഷനും അങ്ങനെയെല്ലാം പറ്റൂ. ഫ്രൂട്ട്സ് എല്ലാം നല്ലത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് എല്ലാം ധൈര്യമായിട്ട് കൊടുക്കുക. പിന്നെ വയറ്റിൽ എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണിക്കുകയോ അല്ലെങ്കിൽ അത് ഒഴിവാക്കുകയോ എന്തെങ്കിലും ചെയ്യുക. പിന്നെ ഈ പാല് കൊടുത്ത വാടെല്ലാം ഈ നാരങ്ങ, മുന്തിരി ഇതെല്ലാം കൊടുക്കുമ്പോൾ എന്നിട്ട് ആ കുട്ടിക്ക് പ്രശ്നമാവുക. അപ്പോൾ പാല് കൊടുത്ത് കഴിഞ്ഞ പാട് നിങ്ങൾ ഫ്രൂട്ട്സ് കൊടുക്കാണ്ടിരിക്കുക. നിങ്ങൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞ പാട് ഫ്രൂട്ട്സ് കൊടുക്കാണ്ടിരിക്കുക മാക്സിമം. പിന്നെ ഈ 6 മാസം കഴിഞ്ഞിട്ട് ഫുഡ് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്ത പാട് ഞാനൊരു ചാർട്ടെല്ലാം ആക്കി വെച്ചിരുന്നു കേട്ടോ. നമുക്കൊരു ഫസ്റ്റ് നമ്മൾ ആദ്യമായിട്ട് ഫുഡെല്ലാം കൊടുക്കുമ്പോൾ നമുക്കൊരു പേടിയും ഒരു ക്യൂരിയോസിറ്റിയും എല്ലാം ഉണ്ടാവുമല്ലോ. ഞാൻ ഒറ്റയ്ക്കാണ് ഉണ്ടായത് ബഹ്റൈനിൽ. അപ്പോൾ അറിയില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ യൂട്യൂബും ഗൂഗിളും എല്ലാം നോക്കിയിട്ടാണ് കേട്ടോ ഫുഡ് ചാർട്ടും എത്ര ടൈം കൊടുക്കണം എങ്ങനെയെല്ലാം കൊടുക്കണം എന്നെല്ലാം എഴുതി വെച്ചിട്ടുണ്ടേനു. പിന്നെ അതൊന്നും വലിയ യൂസ്ഫുൾ ആയിട്ടില്ല. നമുക്കിങ്ങനെ എഴുതി വെച്ചതൊന്നും നോക്കാനൊന്നും അങ്ങനെ ടൈം ഉണ്ടാവില്ലല്ലോ. അപ്പം നമ്മൾ 6 മാസം കഴിഞ്ഞിട്ട് ഫുഡ് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്ത പാട് 1 നേരം കൊടുക്കുക. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് 2 നേരം ആക്കുക. പിന്നെ 3 നേരം ആക്കുക. പിന്നെ 4 നേരം ആക്കുക. അങ്ങനെയാണ് കേട്ടോ കൊടുക്കുക. 1 നേരം കൊടുക്കുന്ന ടൈം എന്തെങ്കിലും ഒരു ടൈപ്പ് കുറുക്ക് കൊടുക്കും. അപ്പോൾ ആ ഒരു കുറുക്കിൽ എന്തെല്ലാം കൊടുക്കാന്ന് വെച്ചാൽ ഈ മുത്താറി ഉണ്ടല്ലോ, മുത്താറിയും ഗോതമ്പും കൂടിയിട്ട് പിന്നെ 2-3 ബദാം ഉണ്ടെങ്കിൽ ബദാം, നട്ട്സിന്റെ പൗഡർ നിങ്ങൾ ആക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ നട്ട്സ് പൗഡർ നിങ്ങൾ ലാസ്റ്റ് കുറുക്കാക്കുന്ന ടൈം ആഡ് ചെയ്താൽ മതി. ഞാൻ അങ്ങനെയാ ചെയ്യല്. അപ്പൊ ഞാനെങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഉച്ചക്ക കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു രാവിലെ എണീറ്റ വാട് അങ്ങനെയെല്ലാം സോക്ക് ചെയ്ത് വെക്കും കേട്ടോ. കുറച്ച് മുത്താറിയും മുത്താറിനേക്കാളും കുറച്ച് കൂടുതൽ ഗോതമ്പ് എടുക്കുക. അപ്പോൾ ചെറിയ കുട്ടികൾക്കെല്ലാം പെട്ടെന്ന് തണുപ്പ് പിടിക്കുമല്ലോ. മുത്താറി ഭയങ്കര തണുപ്പാണ്. അപ്പോൾ മുത്താറിന്റെ ഏകദേശം അതേ അളവിൽ കുറച്ച് കൂടുതൽ ആ ഒരു അളവിൽ ഗോതമ്പ് എടുക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടി നല്ല വൃത്തിക്ക് കഴുകിയിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ട് മിക്സിന്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. നല്ല ഫൈനായിട്ടുള്ള ഒരു പാല് കിട്ടും. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ കുറുക്കാക്കി എടുക്കുക. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പും കുറച്ച് മധുരം കൂടി ചേർക്കൂ. 1 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെയുള്ള ചേർക്കലുണ്ട്. ആ ഒരു ചെറുതിൽ ഫസ്റ്റ് കൊടുക്കാൻ തുടങ്ങിയ ടൈമിൽ ഞാൻ മധുരവും ഉപ്പും ഒന്നും ചേർത്തിട്ടില്ലേനു. അതുകൊണ്ട് തന്നെ എൻ്റെ മോള് കുടിക്കാൻ ഭയങ്കര കഷ്ടപ്പെടാതെ കേട്ടോ. എന്നാലും എങ്ങനെയെങ്കിലും മധുരമില്ലാണ്ട് കൊടുക്കാൻ നോക്കലുണ്ട്. അപ്പോൾ ഇത് പനങ്കൽക്കണ്ടം ഉണ്ടെങ്കിൽ അത് ചേർക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈത്തപ്പഴം ചേർക്കുക. ഈത്തപ്പഴത്തിന്റെ പുറത്തെ സ്കിന്ന് റിമൂവ് ചെയ്തിട്ട് ഉള്ളിലത്തത് ചേർത്തിട്ട് നല്ല രീതിയിൽ കുറുക്കാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് കുറുക്കാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ കുറുക്കാക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് നട്ട്സ് പൗഡർ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ എന്ത് കുറുക്കാക്കുമ്പം അധികം നട്ട്സിന്റെ പൗഡർ ആഡ് ചെയ്യലുണ്ട്. നട്ട്സ് പൗഡർ എങ്ങനെയാണ് ആക്കിയതെന്ന് വെച്ചാൽ ഈ ബദാം, പിസ്ത, കാഷ്യൂസ്, പിന്നെ പീനട്ട്, പിന്നെ കുറച്ച് സീഡ്സ് എല്ലാം ഉണ്ടാവുമല്ലോ, സൺഫ്ലവർ സീഡ്, പംകിൻ സീഡ്, അങ്ങനത്തെ സീഡ്സിന്റെ മിക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം കൂടിയിട്ട് ചെറുങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കും. കുറച്ച് നല്ല രീതിക്ക് റോസ്റ്റ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പൊടിക്കുന്ന ടൈം ഒരു പശ പോലെ ആയിപ്പോവും. നല്ല രീതിക്ക് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫൈൻ ആയിട്ടുള്ള പൗഡർ പോലെ കിട്ടും. അപ്പോൾ ഈ ഒരു കുറച്ച് എടുത്തിട്ട് ഫുഡിലെല്ലാം ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് നല്ലതാണ്. കുട്ടികൾ വയറ്റിൽ നട്ട്സ് നമുക്ക് പ്രത്യേകിച്ച് കൊടുക്കണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ബദാം ഒന്ന് സെപ്പറേറ്റ് പാല് കാച്ച പോലെ കാച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എപ്പോഴും കുറുക്കാക്കുമ്പം ഇതിന്ന് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ കുട്ടികളെ വയറ്റിൽ കുറച്ച് നട്ട്സ് എത്തിയാൽ മതിയല്ലോ. പിന്നെ തരി വെച്ചിട്ടുള്ള ഒരു കുറുക്ക് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ചോറ് കൊടുക്കാൻ ഇപ്പോൾ ചെറിയ ബേബീസിന് ഇപ്പോൾ 6 മാസം കഴിഞ്ഞ ഒരു 7 മാസം പ്രായമുള്ള കുട്ടിക്കാണെങ്കിൽ ചോറ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞുതരാം. അപ്പോൾ ചോറിൽ കുറച്ച് കഞ്ഞിവെള്ളം, അതായത് കഞ്ഞി. അപ്പൊ കഞ്ഞിയിലേക്ക് ഒന്നുകിൽ ബീട്രൂട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് നല്ല രീതിക്ക് സ്റ്റീം ചെയ്തിട്ട്
ആഡ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കും കേട്ടാ. അപ്പം കഴിയുന്നതും ഇങ്ങനെ സ്പൂൺ കൊണ്ടെല്ലാം അടിച്ചിട്ട് കൊടുക്കുന്നെങ്കിൽ കൊടുക്കുക നിങ്ങൾക്ക്. പക്ഷെ എനിക്ക് എന്തോ ഭയങ്കര പേടിയാണ്. മിക്സിയുടെ ജാറിൽ അടിച്ചിട്ട് കൊടുക്കുന്നതിനേക്കാളും നല്ലത് കൈനെ കൊണ്ട് ഒന്നിങ്ങനെ കുത്തിയിട്ട് കൊടുക്കുന്നത് തന്നെയാണ്. പക്ഷെ എനിക്ക് ഒരു പേടിയാണ് കേട്ടാ. ഞാൻ ഒറ്റക്കല്ല ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മറ്റേ തൊണ്ടക്ക് ഒടിച്ച് പോയിനെങ്കിലോ നല്ല പേടിയാവും. സ്പൂൺ കൊണ്ട് ഒടിച്ചാൽ അത്ര വലിയ ഉടയൂലോ. അപ്പോൾ അങ്ങനെ ഞാൻ ജാറിൽ അടിച്ചിട്ടാണ് കേട്ടോ ഒരു 7 മാസം 8 മാസം പ്രായമുള്ളപ്പെല്ലാം കൊടുക്കല്. അപ്പോൾ ഒരു ദിവസം കന്നിന്റെ കൂടെ ബീട്രൂട്ട് അടിച്ചിട്ട് കൊടുക്കും. പിറ്റേ ദിവസം കന്നിയും ഉരുളക്കിഴങ്ങും ക്യാരറ്റും രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് രണ്ടും ഒരു ചെറിയ പീസ് ഇട്ടിട്ട് കന്നിന്റെ കൂടെ മിക്സ് ആക്കിയിട്ട് കൊടുക്കും. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് വയറ്റിലെത്തുമല്ലോ. അപ്പോൾ ഇങ്ങനെയല്ലാണ് കേട്ടോ കൊടുക്കല്. അപ്പോൾ 2 നേരം ഫുഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു നേരം ഇതേപോലെ റൈസിന്റെ കൂടെ ഇങ്ങനെ എന്തെങ്കിലും ഒരു വെജീസ് ആഡ് ചെയ്തിട്ട് കൊടുക്കും. അങ്ങനെ ഡെയിലി റൈസ് കൊടുക്കുക കേട്ടോ കുട്ടികൾക്ക്. അപ്പോൾ ഇന്ന് റൈസും അതും ഇത് ബീട്രൂട്ടോ കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെ വെറും ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി കൊടുക്കും ലഞ്ചിന്റെ ടൈം. പിറ്റേന്ന് കന്നിന്റെ കൂടെ ഇത് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ആണെങ്കിൽ പിറ്റേന്ന് വെറും ബീട്രൂട്ട് മാത്രം കൊടുക്കും. അങ്ങനെയാണ് കേട്ടോ കൊടുക്കല്. നിങ്ങൾ ഇന്ന് കൊടുത്ത ഫുഡ് തന്നെ കുട്ടിക്ക് നാളെ കൊടുക്കാണ്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് മടുപ്പ് വരും, പിന്നെ ബാക്കി ഫുഡ് കഴിക്കാണ്ടാകും. അതുകൊണ്ട് വേറെ വേറെ ഫുഡായിട്ട് കൊടുക്കാൻ നോക്കുക. അപ്പോൾ രാവിലെ എല്ലാം അധികം കൊടുക്കല് ഫ്രൂട്ട്സിൻ്റെ അത്, അല്ലെങ്കിൽ ചിലപ്പം ഉറങ്ങിയെണീക്കാൻ ലേറ്റ് ആയിരുന്നുണ്ടെങ്കിൽ ഈ സെർലാക്ക് പാക്കറ്റ് വാങ്ങിച്ചു വെച്ചത് കൊടുക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ആപ്പിൾ സ്റ്റീം ചെയ്തിട്ട് കൊടുക്കും. അധികം മെയിനായിട്ട് രാവിലെ ഫ്രൂട്ട്സ് തന്നെയാണ് കേട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ടായത്. പിന്നെ ഉച്ചക്ക് ഫുഡ് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഉച്ചക്ക് ഇങ്ങനത്തെ ഒരു സംഭവങ്ങളെല്ലാം കൊടുക്കല്. പിന്നെ ഈവനിങ്ങിന് കൊടുക്കാൻ പറ്റിയ ഫുഡല്ലാന്ന് ഈ പംകിന്, സ്വീറ്റ് പൊട്ടറ്റോ ഇതെല്ലാം സ്റ്റീം ചെയ്തിട്ട് കൊടുക്കലുണ്ട് ഈവനിങ് എല്ലാം ആയപ്പോൾ. അപ്പോൾ രാത്രിയും കൂടി ഫുഡ് കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ രാത്രി അധികം കുറുക്ക് അങ്ങനത്തെ സംഭവങ്ങളാണ് കേട്ടോ കൊടുക്കൽ. ഈ തരി വെച്ചിട്ടുള്ള കുറുക്ക് രാത്രിയും കൊടുക്കുക, നിങ്ങൾക്ക് രാവിലെയും കൊടുക്കുക. പിന്നെ മുത്താറി ഇതും നിങ്ങൾക്ക് രാവിലെയും രാത്രി ആയിട്ടും കൊടുക്കുക. രാത്രി എന്ന് പറയുമ്പോൾ ഒരു 8 മണിയൊന്നും കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാണ്ടിരിക്കുക. എല്ലാം കുറച്ച് കുറച്ച് അളവിലായിട്ട് കൊടുക്കുക. അധികം ആൾക്കാരും പറയലുണ്ട് കുട്ടികൾക്ക് ചെറുതിലേ വലിയ ആൾ കഴിക്കുന്ന ഫുഡ് കൊടുത്ത് ശീലിപ്പിക്കണമെന്ന്. പക്ഷെ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ വലിയ ആൾ കഴിക്കുന്ന ഫുഡ് അത്ര ഹെൽത്തി ഒന്നും അല്ലല്ലോ. അപ്പോൾ കുട്ടികൾക്കായിട്ടുള്ള ഫുഡ് തന്നെ കൊടുത്തിട്ട് ശീലിപ്പിക്കുക. അപ്പോൾ വലിയ ആൾ കഴിക്കുന്ന ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ പിന്നെ അവർക്ക് വേണ്ട ആ ഒരു ടൈപ്പ് ഫുഡ് കഴിക്കൽ അവിടെ നിന്ന് പോകും. പിന്നെ കുട്ടികളുടെ ഹെൽത്തിന് തന്നെ അത് ബാധിക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ കുട്ടികൾക്ക് അവരുടേതായ ഫുഡ് തന്നെ കൊടുത്തിട്ട് ശീലിപ്പിക്കുക. മാക്സിമം ഉപ്പും മധുരവും എല്ലാം കുറച്ചിട്ട് തന്നെ ശീലിപ്പിക്കുക. പിന്നെ ഒരു വയസ്സെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചെല്ലാം ഉപ്പെല്ലാം ആഡ് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ കുട്ടികൾ ഉപ്പൊന്നും കൂട്ടിയിട്ട് ശീലമില്ലാണ്ടായി പോകും. എന്തായാലും 1 വയസ്സ് വരെ നിങ്ങൾ എന്തായാലും ഉപ്പൊന്നും ആഡ് ചെയ്യാറ് കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കുന്നതിനകത്ത് ഉപ്പൊന്നും ആഡ് ചെയ്യാതെയാണ് ഏറ്റവും നല്ലത്. കഴിയുന്നതും മധുരം പഞ്ചസാര തീരെ ആഡ് ചെയ്യാണ്ടിരിക്കുക. 1 വയസ്സ് കഴിഞ്ഞാലും മധുരം പഞ്ചസാര ആഡ് ചെയ്യാത്തത് തന്നെയാണ് നല്ലത്. എപ്പായാലും മധുരം കുട്ടികൾക്ക് നല്ലത്, കുട്ടികൾക്കല്ല വലിയാക്കും തന്നെ നല്ലതൊന്നല്ല. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ ഷുഗർ ലെവലെല്ലാം കുട്ടികളത് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. ഇപ്പം എൻ്റെ മോക്ക് 1.5 വയസ്സിലായോണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഈ ഒരു കണ്ണിയിൽ അടിച്ചിട്ട് കൊടുക്കുന്ന ആ കുറുക്കും അങ്ങനത്തെ കുറുക്കൊന്നും എനിക്ക് കാണിച്ചത്. പിന്നെ അതിനായിട്ട് ആക്കേണ്ടി വരൂലേ. ഇപ്പം പിന്നെ സാധാരണ പോലെ നോർമൽ നമ്മളെല്ലാം കഴിക്കുന്ന പോലത്തെ ചോറിന്റെ കൂടെ കറിക്ക് പകരം അധികം ഇത് വെജീസ് അങ്ങനെയെല്ലാം ആഡ് ചെയ്തിട്ടാണ് കേട്ടോ കൊടുക്കല്. ഒരു 7-8 മാസത്തിലാകുമ്പോൾ ഞാൻ മീനെല്ലാം കൊടുത്തിനു. കുട്ടികൾക്ക് മീൻ കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പൊ ഞാൻ കൊടുക്കലുണ്ട്. ഈ ചിക്കനും ബീഫൊന്നും കൊടുക്കലില്ല. അതെല്ലാം കുറച്ചൊരു റബ്ബർ പോലെ ആവുമല്ലോ വായിന്ന്. അപ്പൊ ഈ കറിയിലുള്ള മീൻ ഉണ്ടാവുമല്ലോ, ഈ തേങ്ങരച്ച കറിയിലുള്ള മീന് അങ്ങനത്തെ ആ ഒരു ടൈപ്പ് മീനെല്ലാം ഞാൻ കൊടുക്കലുണ്ട്. അപ്പോൾ മീനെല്ലാം കൊടുത്തിട്ട് എന്തെങ്കിലും ശീലിപ്പിക്കുന്ന നല്ലത്. അങ്ങനെയാണെങ്കിൽ കുട്ടികൾ മീനെല്ലാം കഴിക്കും, അല്ലെങ്കിൽ മീനെല്ലാം കഴിക്കാണ്ടായി പോകും. അപ്പോൾ കുട്ടിക്ക് മീനെല്ലാം കുഞ്ഞിലേ ശീലിപ്പിക്കുക. കറിയിലുള്ള മീൻ കൊടുത്തിട്ട് തന്നെ ശീലിപ്പിക്കുക. മാക്സിമം പൊരിച്ചതെല്ലാം ഒഴിവാക്കാൻ നോക്കുക. അപ്പോൾ കുട്ടിക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള വേറൊരു സംഭവമാണ് ഈ ഒരു പാൻ കേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ മൈദ വെച്ചിട്ടല്ല, കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു പാൻ കേക്ക് എങ്ങനെ ആക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഓട്സ് വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ഓട്സ് ഇപ്പോൾ സ്റ്റോക്കില്ല, അല്ലെങ്കിൽ ഞാൻ അതും കൂടി ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കുവേനു. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് ഓട്സിൻ്റെ പൗഡറിലേക്ക് ചെറിയൊരു ഫിലിപ്പീനി പഴമോ അല്ലെങ്കിൽ റോബസ്റ്റ പഴമോ എന്തെങ്കിലും ഒരു ടൈപ്പ് ഫ്രൂട്ട്സ് ആഡ് ചെയ്യുക. അപ്പം ഞാൻ അധികം പഴം തന്നെയാണ് കേട്ടോ ആഡ് ചെയ്യൽ. എൻ്റെ മോള് പഴം വെറുതെ കഴിക്കൽ ഭയങ്കര കുറവാണ്. അപ്പോൾ നിങ്ങളെ കുട്ടി എന്താണ് കഴിക്കൽ കുറവ് ആ ഒരു ടൈപ്പ് ഫ്രൂട്ട് ആഡ് ചെയ്യുക. അപ്പോൾ പഴം കൂടി ആഡ് ചെയ്തിട്ട് കുറച്ച് നട്ട്സിൻ്റെ പൗഡറും കൂടി ചേർത്തിട്ട് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പനങ്കൽക്കണ്ടോ അല്ലെങ്കിൽ ഈ ഒരു ഈത്തപ്പഴം അടിച്ചതോ എന്തെങ്കിലും ഒന്ന് ചേർക്കുക. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടാൽ കുറച്ച് ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. പക്ഷെ ഞാൻ 1 വയസ്സിന് മുന്നേ ഉപ്പ് ആഡ് ചെയ്യലേ ഇല്ലേനു. അപ്പോൾ 1 വയസ്സ് കഴിഞ്ഞപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു
ബാലൻസ് ആയിട്ട് നിന്നോളും. അപ്പോൾ ഇതെല്ലാം കൂടി കുറച്ച് വെള്ളത്തിൽ നല്ല രീതിക്ക് ഒന്ന് മിക്സ് ആക്കിയിട്ട് ചെറിയ കുട്ടി കുട്ടി ദോശ ആക്കിയിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. തേനിൽ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ കൊടുക്കല്. അപ്പം അത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുള്ള ഞാൻ അധികം ആക്കലുണ്ട്. ഫുഡെല്ലാം കഴിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഓരോ ഷേപ്പിലെല്ലാം ആക്കി കൊടുത്താൽ കുട്ടികൾ അടുത്ത് കഴിച്ചോളും. പിന്നെ നിങ്ങൾ മൈദ അതുപോലത്തെ സംഭവങ്ങൾ മാക്സിമം ഒഴിവാക്കുക. പിന്നെ ഇങ്ങനെ ഗോതമ്പ്, അരി ഇതെല്ലാം ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇങ്ങനെ കൊടുക്കുക. ഡെയിലി കൊടുക്കാണ്ട് ഇന്ന് അരി ഭക്ഷണമാണെങ്കിൽ നാളെ ഗോതമ്പ് കൊടുക്കുക, അങ്ങനെയെല്ലാം കൊടുക്കുക. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാം മാക്സിമം ആഡ് ചെയ്യാൻ നോക്കുക ഫുഡിൽ. 1 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അധികം ഈ പഴം പുഴുങ്ങിയത് അങ്ങനത്തെ എല്ലാം കൊടുക്കുക കേട്ടോ. അപ്പൊ ഈ പഴം പുഴുങ്ങിയതിലെല്ലാം കുറച്ച് മധുരം ചേർക്കാണ്ട് വെറും ഗീ മാത്രം സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ ഫോർക്ക് വെച്ചിട്ടെല്ലാം കുത്തിയിട്ട് കൊടുക്കുക. അപ്പൊ ഞാനിപ്പോൾ അങ്ങനെ അധികം കൊടുക്കലുണ്ട്. പിന്നെ കുട്ടികൾക്ക് മധുരം മാക്സിമം ആഡ് ചെയ്യാണ്ട് നോക്കുക. അപ്പോൾ ഗീ നല്ലതാണ്. അപ്പൊ കുറുക്കിലും എല്ലാത്തിലും കുറച്ച് ഗീ ആഡ് ചെയ്തിട്ട് കൊടുക്കുക. ഈ മെല്ലിട്ടുള്ള കുട്ടികൾക്കെല്ലാം ഗീ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. നിങ്ങൾ 1 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികളെ മാക്സിമം ഒറ്റ കഴിക്കാൻ വേണ്ടിയിട്ട് ശീലിപ്പിക്കുക. ഇപ്പോൾ പൂവമ്പഴം, ആപ്പിൾ ഇതെല്ലാം കയ്യിൽ കൊടുത്തിട്ട് ശീലിപ്പിക്കുക കേട്ടോ. അപ്പം ഞാൻ ഇതെല്ലാം കയ്യിൽ കൊടുത്തിട്ട് ശീലിപ്പിച്ചുകൊണ്ട് തന്നെ ഇപ്പം മോൾ അധികം ചോറെല്ലാം ഒറ്റക്ക് കഴിക്കലുണ്ട്. ചെറുതിൽ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വൃത്തികേടാക്കിയിട്ടൊന്നും കഴിക്കൂല. ഇപ്പം നല്ല വൃത്തിക്ക് തന്നെ കഴിച്ച് ശീലമായിക്കോളും. അല്ലെങ്കിൽ നിങ്ങൾ ത്രൂ ഔട്ട് നിങ്ങൾ കുട്ടികൾക്ക് വാരിക്കൊടുത്ത് ശീലിപ്പിക്കണം. പിന്നെ ഒറ്റക്ക് സ്കൂളിൽ ചേർക്കുമ്പം എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. പിന്നെ കുട്ടികളെ ഫുഡിൽ അധികം നിങ്ങൾ തൈര് ആഡ് ചെയ്യുക. തൈര് കുട്ടികളെ വയറിനും എല്ലാം നല്ലതാണ്. അപ്പം നിങ്ങൾ മാക്സിമം കുറച്ച് പുളിയില്ലാത്ത തൈര് കൊടുത്തിട്ട് ശീലിപ്പിക്കുക. അപ്പോൾ ഞാൻ അധികം തൈര് ചിലപ്പം ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ കുറച്ചധികം തൈര് തന്നെ കൊടുക്കും കേട്ടോ. തൈര് മാത്രം കുടിച്ചാൽ തന്നെ മതി അത്ര. പിന്നെ നിങ്ങൾ ഈ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് ഇതെല്ലാം ഈ സാമ്പാർ വെക്കുമല്ലോ. അപ്പോൾ സാമ്പാർ വെക്കുന്ന ടൈം നിങ്ങൾ ഇതെല്ലാം ചെറിയ ചെറിയ പീസ് ആഡ് ചെയ്താൽ അതിൻ്റെ അകത്തുനിന്ന് എടുത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുക. അതെല്ലാം കുട്ടികൾക്ക് ആ ഒരു ഫ്ലേവറെല്ലാം അതിൽ ഇറങ്ങിക്കിട്ടുമ്പം കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും കൊടുക്കുക. പിന്നെ ഈ അച്ചാറ്, പുളിയുള്ള സംഭവങ്ങളെല്ലാം മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇപ്പം ഇങ്ങനെ അധികം ഈ കാഷ്യൂസ് എല്ലാം ഇങ്ങനെ ഒന്നിനത്തിന് 4 പീസെല്ലാം ആക്കിയിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കും. പിന്നെ ഈ സീഡ്സ് എല്ലാം ഉണ്ടല്ലോ, സൺഫ്ലവർ സീഡ്, പംകിൻ സീഡ്, അതെല്ലാം ഈ ബൗളിൽ ഇട്ടിട്ട് കയ്യിൽ കൊടുത്താൽ ഇങ്ങനെ പൊറുക്കി തിന്നോളും കേട്ടോ. അപ്പം നിങ്ങൾ അങ്ങനെ കഴിക്കാൻ കുട്ടികളെ മാക്സിമം ഒറ്റ കഴിക്കാൻ വേണ്ടിയിട്ട് 1 വയസ്സ് കഴിഞ്ഞാൽ തന്നെ ശീലിപ്പിക്കുക. ഈ പൂവമ്പഴം, ആപ്പിള് ഇതെല്ലാം കുട്ടികളെ കയ്യിൽ കൊടുത്തിട്ട് ശീലിപ്പിക്കുക കേട്ടോ. അപ്പോൾ കുട്ടികൾ ഒരു നേരത്തെ ഫുഡ് കഴിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മാക്സിമം ബിസ്ക്കറ്റ്, ഈ റസ്ക്, ബ്രെഡ് ഇതെല്ലാം മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി നോക്കുക. അപ്പം ബിസ്ക്കറ്റെല്ലാം കുട്ടികൾക്ക് അത്രയും മോശമാണ്. ബിസ്ക്കറ്റൊന്നും കൊടുത്ത് ശീലിപ്പിക്കാണ്ടിരിക്കുക, ചായ കൊടുത്ത് ശീലിപ്പിക്കാണ്ടിരിക്കുക. അപ്പോൾ ഒരു നേരം ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ കഴിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നടക്കുക. എന്തായാലും ബിസ്ക്കറ്റ് കൊടുക്കരുത്. അപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് വിശക്കുമ്പോൾ കുട്ടികൾ എന്തായാലും കഴിക്കും. അപ്പം ബിസ്ക്കറ്റൊന്നും കഴിയുന്നതും ഒഴിവാക്കാൻ നോക്കുക. പിന്നെ മധുരമുള്ള ഈ ജിലേബി, ബേക്കറി സംഭവങ്ങളെല്ലാം മാക്സിമം ഒഴിവാക്കുക. എപ്പോഴെങ്കിലും ഒരു ടേസ്റ്റിന് കൊടുക്കാന്നല്ലാണ്ട് അങ്ങനെ അധികം കൊടുത്ത് ശീലിപ്പിക്കാണ്ടിരിക്കുക. പിന്നെ കുട്ടികളെ കുളിച്ചു കൊടുക്കുന്ന കാര്യമാണെങ്കിൽ തന്നെ ഇപ്പോൾ ചെറുതിലേ ഭയങ്കര ചൂടുവെള്ളത്തിലായിരിക്കും കുട്ടികളെ കുളിച്ചു കൊടുത്തിട്ടുണ്ടാകുക. പിന്നെ നിങ്ങളൊരു കുറച്ച് കഴിഞ്ഞാൽ ആ ചൂട് കുറച്ച് വന്നിട്ട് പച്ചവെള്ളത്തിൽ കുളിച്ചു കൊടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ അതും കുട്ടികൾക്ക് ഒരു ശീലമായി പോകും. നമ്മളെല്ലാം 1 വയസ്സിന് മുന്നേ തന്നെ ശീലിപ്പിക്കണം കേട്ടോ. എന്നാലേ കുട്ടികൾ അത് ശീലിച്ച് വരുള്ളൂ. അപ്പം ഞാൻ ബഹ്റൈനിൽ പോയ ടൈം തന്നെ ഫസ്റ്റ് തന്നെ ഇപ്പം നാട്ടിൽ നല്ല ചൂടുവെള്ളത്തിൽ കുളിച്ചുകൊണ്ട് അവിടെ നിന്ന് ചൂടുവെള്ളത്തിൽ ഇങ്ങനെ കുളിച്ചു കൊടുത്തിട്ട് മെല്ലെ അതിൻ്റെ ചൂട് കുറച്ച് വന്നിട്ട് പിന്നെ തണുപ്പുള്ള ആ ഒരു സീസണിൽ പോലും തണുത്ത ആ ഒരു പച്ചവെള്ളത്തിൽ തന്നെയാണ് കേട്ടോ കുളിച്ചു കൊടുക്കല്. അങ്ങനെയാണെങ്കിൽ കുട്ടിൻ്റെ ബോഡി ആയിട്ട് അത് ഇന്ററാക്ട് ചെയ്തോളും. അങ്ങനെ പച്ചവെള്ളം ആക്കുക കേട്ടോ. എല്ലാത്തിൻ്റെയും അളവിങ്ങനെ കുറച്ച് വന്നിട്ട് വേണം നിങ്ങൾ പച്ചവെള്ളത്തിൽ ശീലിപ്പിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു കിച്ച് പ്രോബ്ലം. അപ്പോൾ കറണ്ടും പോയിട്ടുണ്ട്. അപ്പോൾ ക്ലിയർ ഉണ്ടാവും, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ മോക്ക് യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ് കേട്ടോ. ഇത്രയും സംഭവങ്ങൾ ഇപ്പോൾ കറൻ്റ് യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ്. ചെറുതിലേ തൊട്ടേ ഇപ്പോൾ യൂസ് ആക്കുന്ന സംഭവങ്ങളുണ്ട്, ഇപ്പം അടുത്ത് വാങ്ങിച്ച സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം റിവ്യൂസും കൂടി പറഞ്ഞു തരാം. ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഇതാ ഈ ഒരു ബോട്ടിലാണ്. ഇത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ട ഇങ്ങനെ ഒരു സ്പൂണ് വരുന്ന ഒരു ടൈപ്പ് ബോട്ടിലാണ്. അപ്പോൾ ഇതിലിങ്ങനെ കുറുക്കെല്ലാം ആഡ് ചെയ്തിട്ട് ഇങ്ങനെ സ്പൂൺ ഇട്ടിട്ട് ഇങ്ങനെ കൊടുക്കുക. ഇതിങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇതിലൂടെ ഇങ്ങനെ വന്നോളും. ഇവിടെ ചെറിയൊരു ഹോളുണ്ട്. ഇതിൽ കൂടെ ചെറിയൊരു ബ്രഷും കൂടി കിട്ടിയിട്ടുണ്ട്. ഈ ഹോളിൻ്റെ ഉള്ളിൽ നമുക്ക് ക്ലീൻ ചെയ്യണമെങ്കിൽ ആ ബ്രഷ് വെച്ചിട്ടേ പറ്റുള്ളൂ. അപ്പോൾ ഇതാ ഇങ്ങനെ ഇതുണ്ടെങ്കിൽ കുട്ടികൾ അധികം കുറുക്ക് പോലത്തെ സമയം കൊടുക്കും കേട്ടോ. ഞാനിത് കുറേ നടന്നിട്ടാണ് അവിടെ നിന്ന് കിട്ടിയത്. ഇതിങ്ങനെ ഇൻസ്റ്റഗ്രാം റീൽസിലും അങ്ങനെയെല്ലാം കാണുന്നതെന്നല്ലാണ്ട് നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ലേനു.
അപ്പോൾ സ്പൂണ് വരുന്ന ബോട്ടിൽ വേണമെന്നിട്ട് കുറേ നടന്നു കേട്ടോ. ലുലു, നെസ്റ്റു അങ്ങനെ കുറേ സ്ഥലത്ത് നടന്നിട്ട് ലാസ്റ്റ് തലാൽ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു മാർക്കറ്റ് എന്നാണ് കേട്ടോ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബഹ്റൈനിന്ന്. നമുക്ക് പുറത്ത് പോകുമ്പം ക്യാരി ചെയ്തിട്ട് കൊണ്ടുപോകാം. വീട്ടിൽ നിന്നാണെങ്കിലും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ബോട്ടിൽ നിങ്ങൾ എല്ലാവരും എന്തായാലും വാങ്ങിച്ചു വെക്കുക. അപ്പോൾ നല്ല യൂസ്ഫുൾ ആണ്. കുറച്ച് വലുതായാലും ഇപ്പോൾ ഞാൻ യൂസ് ആക്കുന്നുണ്ട് കേട്ടോ. തരി വെച്ചിട്ടുള്ള കുറുക്ക്, മുത്താർ വെച്ചിട്ടുള്ള കുറുക്ക്, പിന്നെ ഈ കഞ്ഞി അടിച്ചത് എല്ലാം ഞാൻ ഇതിൽ തന്നെയാണ് കൊടുക്കല്. അപ്പോൾ ഇതിലെല്ലാം ആകുമ്പോൾ കുട്ടികൾ എത്രത്തോളം കുടിച്ചെന്ന് നമുക്ക് മനസ്സിലാവും കേട്ടോ. ഇതിൽ ഇങ്ങനെ അളവെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വാങ്ങിച്ചതാണ് പിന്നെ ഈ ഒരു സ്പൂണ് കേട്ടോ. ഇത് സിലിക്കണിൻ്റെ സ്പൂണാണ് കണ്ട. അപ്പോൾ എൻ്റെ മോക്ക് സ്പൂണിൽ കൊടുക്കുമ്പോൾ ഉള്ള സ്വഭാവമാണ് സ്പൂൺ ഇങ്ങനെ കടിച്ചു പിടിക്കല്. 6 മാസത്തിൽ പല്ല് വന്നുകൊണ്ട് തന്നെ ഭയങ്കര കഷ്ടപ്പാടേനു. അപ്പോൾ എന്ത് കൊടുത്താലും വായിൽ ഇങ്ങനെ കടിച്ചു പിടിക്കും. അപ്പോൾ ഈ നേരെ ഒരു പേടിയാവല്ലോ, പല്ല് വന്ന പാടെല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പ് സ്പൂണെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റേ പല്ല് പൊട്ടിപ്പോയിനെങ്കിലും നല്ല പേടിയാവല്ലോ. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സിലിക്കൻ്റെ 6 സെറ്റ് സ്പൂണാണ് കേട്ടോ. 6 അല്ല 5 തോന്നുന്നത്. 5 സെറ്റ് സ്പൂൺ ഉണ്ടായിന്. അപ്പോൾ ഇത് കണ്ട ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എവിടെയും ടച്ച് ചെയ്യാണ്ട് ഇങ്ങനെ വെക്കുകയും ചെയ്യുക കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ കണ്ട സിലിക്കണാണ്. അപ്പോൾ ഇങ്ങനത്തെ സിലിക്കൺ ടൈപ്പ് സ്പൂണ്, സിലിക്കണിൻ്റെ ബൗള് ഇതെല്ലാം വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും ചെറിയ ബേബീസിനാണെങ്കിൽ. ഇപ്പം പിന്നെ മോള് നടക്കാനും ഇതെല്ലാം തുടങ്ങിയോണ്ട് തന്നെ സിലിക്കണിൻ്റെ ബൗള് വാങ്ങിയിട്ട് കാര്യമില്ല. ഇങ്ങനെ പ്ലേറ്റും പിടിച്ച് നടന്നുകൊണ്ടാണ് ചിലപ്പോൾ നടന്നിട്ട് എവിടെയെങ്കിലും വെച്ചിട്ടിരിക്കും. പിന്നെ അവിടെ നിന്ന് എടുത്തിട്ട് വേറെ എവിടെയെങ്കിലും പോയിട്ട് അവിടെ വെച്ചിരിക്കും. അങ്ങനെയാണ് കേട്ടോ കഴിക്കില്ല. അപ്പോൾ സിലിക്കൻ്റെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവിടെ സ്റ്റിക്കായി പോകില്ല. അപ്പോൾ ഇപ്പം അത് യൂസ് അല്ല. അപ്പോൾ ചെറുതിലെല്ലാം സിലിക്കൻ്റെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ബൗളിൻ്റെ അടിയിൽ സിലിക്കൻ്റെ ഒരു കോട്ടിങ് ഉള്ളത്. അപ്പോൾ അത് അവിടെ ഇങ്ങനെ സ്റ്റിക്കായിട്ട് നിന്നോളും. അപ്പോൾ അത് വലിയ യൂസ്ഫുൾ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ആ ഒരു ബൗള്. അപ്പോൾ സാധാരണ ഒരു ബാംബു ടൈപ്പ് ബൗളാണ് കേട്ടോ ചെറുതിൽ യൂസ് ആക്കിയിട്ടുണ്ടായത്. ഈ സ്പൂൺ നിങ്ങൾ എന്തായാലും ഇതേപോലത്തെ ഈ സ്പൂൺ തന്നെ അല്ല ഇങ്ങനത്തെ ഒരു സിലിക്കൺ ടൈപ്പ് സ്പൂൺ എന്തായാലും വാങ്ങിച്ചു വെക്കാം. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ കടിച്ചു പിടിക്കുന്നതിൽ നമുക്ക് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി പറ്റും. പിന്നെ മോൻ്റെ മോക്ക് വാങ്ങിച്ചതാണ് ഈ ഒരു ഇത് കണ്ട ഈ ഒരു ഗ്ലാസ്. ഇതിനിങ്ങനെ ഒരു മൂടിയുണ്ട്. ഇവിടെയും ഒരു സിലിക്കണിൻ്റെ ഒരു സംഭവമാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ കണ്ടോ ഇങ്ങനെ ഇതിലിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ സിലിക്കണിൻ്റെ ഇത് 360 ഡിഗ്രിന്ന് ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഏത് സൈഡിൽ നമുക്കിങ്ങനെ വെള്ളം ഇങ്ങനെ വലിച്ച് കുടിക്കാൻ വേണ്ടി പറ്റും. ജ്യൂസായാലും വെള്ളമായാലും എന്തായാലും ഇതിൽ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെരിച്ച് കഴിഞ്ഞാലൊന്നും മറിയൂല. അതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കണ്ടോ. അപ്പോൾ ഈ ഒരു സംഭവം ഇങ്ങനെ അയച്ചെടുക്കാൻ വേണ്ടി പറ്റും. ക്ലീൻ ചെയ്യാനെല്ലാം നല്ല ഈസിയാണ്. അപ്പോൾ കണ്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. കുറേ ഞാൻ യൂസ് ആക്കുന്ന അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ഗ്ലാസ്സിൽ കൊടുത്തിട്ട് ശീലമില്ലാത്ത കുട്ടികൾക്ക് ഇത് കുടിക്കാൻ നല്ലതാണ് കേട്ടോ. ഞാനൊരു 9-10 മാസമെല്ലാം അന്ന ടൈം വാങ്ങിയതാണ്. ഇന്നുവരെ യൂസ് ആക്കുന്നുണ്ട്. ഇതും ഞാൻ ബഹ്റൈനിന്ന് മദർ കെയർ എന്നാ മറ്റാതൊന്നും വാങ്ങിച്ചത്, കറക്റ്റ് ഓർമ്മയില്ല. പിന്നെ ഇപ്പോഴും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു നിപ്പിളിൻ്റെ ബോട്ടിൽ. ഇത് സ്റ്റീലാണ്. അപ്പം ഇതിൻ്റെ ഈ ഒരു ലുക്ക് കണ്ടിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായത്. ഇത് നാട്ടിൽ നിന്ന് ബേബി കെയറിന് വാങ്ങിച്ചതാണ്. 200 സംതിങ് ആ ഒരു റേറ്റേ ഉള്ളൂ. ഇത് നമുക്ക് ഗ്ലാസ് ആയിട്ട് യൂസ് ചെയ്യാം. സ്റ്റീലിൻ്റെ കുറച്ച് അത്യാവശ്യം ലെങ്ത് ഉണ്ട് കണ്ട. ഇത് ഭയങ്കര ക്വാണ്ടിറ്റി കുറവാണ്. അപ്പോൾ കാണുന്ന എല്ലാവരും പറയും ഇത് മാറ്റാനായില്ലേന്ന്. പക്ഷെ ഞാൻ മാറ്റില്ല കേട്ടോ. പുറത്തേക്കെല്ലാം പോകുമ്പോൾ ഈ ഒരു ബോട്ടിലും പിന്നെ ഒരു ചെറിയൊരു ഫ്ലാസ്കിൽ വെള്ളം എടുക്കും. അപ്പം ഇത് തീരുന്നതിന് അങ്ങനെ മാറ്റലാണ് കേട്ടോ. എന്തായാലും നമ്മളിപ്പോൾ വലിയ ബോട്ടിലാണെങ്കിലും അത് മൊത്തത്തിൽ തീരുന്നവരെ കുട്ടികൾക്ക് കൊടുക്കൂലല്ലോ. ഞാൻ അങ്ങനെ പെട്ടെന്ന് മാറ്റും. എനിക്ക് അങ്ങനെ ഒരിക്കൽ കുടിച്ചതിന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ചേഞ്ച് ആക്കിയിട്ടാണ് കേട്ടോ കൊടുക്കല്. അപ്പോൾ എന്തായാലും ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട്. എൻ്റെ മോൾ ഇതുള്ളതുകൊണ്ടാണ് മെയിൻ വെള്ളം കുടിക്കുന്നത് തന്നെ. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഇങ്ങനത്തെ ഒരു സ്റ്റീലിൻ്റെ ബോട്ടിൽ നല്ലതാണ് കേട്ടോ. കുട്ടികൾക്ക് പ്ലാസ്റ്റിക്കും നിങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. പിന്നെ ഗ്ലാസ്സിലാകുമ്പോൾ ചിലപ്പോൾ താഴ്വന് പൊളിഞ്ഞു പോകും, അങ്ങനെയെല്ലാം പറ്റുമല്ലോ. അപ്പോൾ ഇതേപോലത്തെ സ്റ്റീലിൻ്റെ നിപ്പിളിൻ്റെ ബോട്ടിൽ കിട്ടുമെങ്കിൽ അത് മാക്സിമം യൂസ് ചെയ്യുക. പിന്നെ ഇപ്പോൾ ഒരാഴ്ച മുന്നേ വാങ്ങിച്ചതാണ് ഈ ഒരു ബോട്ടിൽ സ്ട്രോ വരുന്നത്. നിപ്പിള് ഒഴിവാക്കാൻ തോന്നിയിട്ട് അങ്ങനെ വാങ്ങിയതാണ് കണ്ട. ഇതും ഇങ്ങനെ ചെരിച്ച് കഴിഞ്ഞാൽ വെള്ളം മറിയാത്ത ടൈപ്പ് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. പക്ഷേ ഇതിപ്പോൾ മൂക്ക് അങ്ങനെ ഇഷ്ടമായിട്ടില്ല, കുടിക്കാൻ തുടങ്ങിയിട്ടില്ല. ഇങ്ങനെ ഒറ്റ സിപ്പിൽ തന്നെ ഇങ്ങനെ വലിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ തരിപ്പിൽ കയറിപ്പോന്ന്. അപ്പോൾ കുടിക്കാൻ ആയിട്ടില്ലാന്ന് തോന്നുന്നത്. ആയിക്കഴിഞ്ഞാൽ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നേ. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് അത്രയും ആയിട്ടുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടിയതാണ് കേട്ടോ. ഇതെന്താ സംഭവം എനിക്കിപ്പോൾ മനസ്സിലാക്കി. ഇത് എവിടെ ഫിറ്റ് ചെയ്യേണ്ടതാണെന്ന് ഒരു ഐഡിയയും ഇല്ല. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെറുതെ വെച്ച്. പിന്നെ ഈ ഒരു സംഭവം ചെറുതിൽ വാങ്ങിച്ചതാണ് കേട്ടോ. ആ ബാമ്പുവിൻ്റെ
പ്ലാസ്റ്റിക് അല്ല, ബാംബു എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ് സ്പൂണ്. പക്ഷെ ഇത് അത്ര യൂസ്ഫുൾ ആയിട്ടില്ല കേട്ടോ. ഇതിങ്ങനെ ഭയങ്കര ഒരു കുണ്ട് പോലെ കണ്ട. അപ്പൊ ഇങ്ങനത്തെ ഇത് മാക്സിമം വാങ്ങിക്കാണ്ടിരിക്കുക. നിങ്ങൾ സ്പൂണെല്ലാം വാങ്ങിക്കുമ്പോൾ നോക്കിയിട്ട് വാങ്ങിക്കുക. അപ്പൊ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതുള്ളത് കുട്ടികൾക്ക് ഇങ്ങനെ വായിലേക്ക് എത്തൂല. അപ്പൊ ഇതിലെടുത്തത് മൊത്തം ഇതിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പൊ നിങ്ങൾ മാക്സിമം ഇങ്ങനത്തെ സ്പൂണ് വാങ്ങിക്കാണ്ടിരിക്കുക. അപ്പൊ ഞാൻ വാങ്ങിയിട്ട് ഉപയോഗിച്ചപ്പാണ് കേട്ടോ ഇത് അത്ര കൊള്ളില്ല എന്ന് തോന്നിയത്, അതുകൊണ്ട് ജസ്റ്റ് കാണിച്ചതാണ്. പിന്നെ വാങ്ങിയതാണ് ഇങ്ങനത്തെ ഒരു സെറ്റ്. ഇത് ഞാൻ നാട്ടിൽ വന്നപ്പോൾ വാങ്ങിച്ചതാണ്. കണ്ണൂർ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതും ബാംബുവിൻ്റെതാണ്. ഇതിന് 500-600 സംതിങ് റേറ്റ് ആണ്. അപ്പം ഇതിൻ്റെ കൂടെ വരുന്നത് 5 പീസാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതാ ഇതുപോലത്തെ ഒരു പ്ലേറ്റാണ് വരുന്നത്. ഇത് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. ഇത് ബാംബു ആണ്. അപ്പോൾ സിലിക്കൻ്റെതും കിട്ടും. നിങ്ങൾ പിന്നെ ഒരു വയസ്സെല്ലാം കഴിയാൽ സിലിക്കൺ ഇത് വാങ്ങിക്കാത്തതായിരിക്കും നല്ലത്. കാരണം കുട്ടികൾ, എൻ്റെ മോളാണെങ്കിൽ ഇങ്ങനെ ഫുഡ് ചെയറിലൊന്നും ഇരുന്നിട്ട് കഴിക്കുന്ന ആളല്ല കേട്ടോ. ഇങ്ങനെ ചിലപ്പം എടുത്തിട്ട് എവിടെയെങ്കിലും പോയിട്ട് കൊണ്ടുവയ്ക്കും, പിന്നെ അവിടെ നിർത്തിയിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കണം, അങ്ങനെയല്ലാന്ന്. അപ്പം ഇങ്ങനെ സിലിക്കൻ്റെതാകുമ്പോൾ അവിടെ സ്റ്റിക്കായിട്ട് നിൽക്കുമ്പോൾ വലിക്കുമ്പോഴത്തേക്കെല്ലാം അങ്ങ് പോയിപ്പോവും. അതുകൊണ്ടാണ് കേട്ടോ ബാംബുവിൻ്റെ വാങ്ങിച്ചത്. അപ്പോൾ നിങ്ങൾ കുട്ടിക്ക് പ്ലാസ്റ്റിക്കിൻ്റെ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. അപ്പോൾ ഇത് കണ്ട 4 പോർഷനായിട്ട് നല്ല ലുക്കും ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പീസ്. പിന്നെ സെക്കൻഡ് പീസ് വരുന്നത് ഇങ്ങനൊരു ബൗളാണ്. അപ്പോൾ ഈ കുറുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ തിന്നാൻ വേണ്ടിയിട്ടെല്ലാം കൊടുക്കുമ്പോൾ ഇതിലിങ്ങനെ ഇട്ട് കൊടുക്കുക. ഈ സെറ്റിൽ വരുന്ന അടുത്തതാണ് ഈ ഒരു ക്യൂട്ടായിട്ടുള്ള കപ്പ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികൾ ഗ്ലാസ്സിലെല്ലാം കൊടുക്കാൻ ശീലമായാൽ കുടിച്ചോളും. അപ്പോൾ ഈ ഒരു ഫോർക്കും സ്പൂണും, അപ്പോൾ ഇതും നല്ല യൂസ്ഫുൾ ആണ്. ഫോർക്ക് തന്നെ അത്ര ഒരു ഷാർപ്പ് അല്ലാത്തതുകൊണ്ട് കുട്ടികൾക്ക് നല്ലതാണ്. ഇപ്പം നമ്മൾ വലിയ ആളെ ടൈപ്പ് ഫോർക്കെല്ലാം ആകുമ്പോൾ ഇവിടെ കുറച്ച് ഷാർപ്പായിരിക്കും. ഇത് കുറച്ച് ഷാർപ്പ് കുറവായതുകൊണ്ട് തന്നെ ഈ പഴം പുഴുങ്ങിയത് അതെല്ലാം കൊത്തിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എത്രത്തോളം പെർഫെക്റ്റ് ആയി, എത്രത്തോളം എല്ലാവർക്കും മനസ്സിലായി എന്ന് അറിയില്ല. അപ്പം മനസ്സിലായി, യൂസ്ഫുൾ ആയെന്ന് തോന്നിയെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ പ്രീവിയസ് വീഡിയോസ് എല്ലാം ഒന്ന് പോയി ചെക്ക് ചെയ്തിട്ട് ചാനലെല്ലാം ഒന്ന് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു കുറുക്കിൻ്റെ റെസിപ്പി കാണിച്ചു തരാം. അപ്പോൾ തരി വെച്ചിട്ടാക്കാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കുറുക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അതിനായിട്ടൊരു 3-4 ടേബിൾ സ്പൂണ് തരി എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കഴുകി ക്ലീനാക്കി എടുത്തതാണ്. പിന്നെ ഒരു പകുതിയോളം ക്യാരറ്റ് ഇങ്ങനെ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് സ്റ്റീം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ആക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് ഗീ ആക്കി കൊടുക്കുക. അതിലേക്ക് ഈ തരി ചേർത്തിട്ട് നല്ല രീതിക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഗീ കുട്ടികൾക്ക് നല്ലതാണ് കേട്ടോ. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഫുഡ് ഉണ്ടാക്കുമ്പോഴെല്ലാം അതിൽ ഗീ ചേർത്ത് കഴിഞ്ഞാൽ കുട്ടികളുടെ ഹെൽത്തിനും കൂടി നല്ലത് തന്നെയാണ്. അപ്പോൾ ഇതാ അതിലേക്ക് കുറച്ച് വെള്ളവും പാലും കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ നോർമൽ പാക്കറ്റ് പാൽ തന്നെയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ കട്ടിപ്പാൽ അങ്ങനെ ഡയറക്റ്റായിട്ട് ചേർക്കാണ്ടിരിക്കുക, കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേണം കേട്ടോ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ നിങ്ങൾ ഒരു വയസ്സിന് മുന്നേ ഉള്ള കുട്ടിക്കാണ് ആക്കുന്നുണ്ടെങ്കിൽ പാലിന് പകരം നിങ്ങൾ ഏത് പൗഡർ മിൽക്കാണോ ഉപയോഗിക്കുന്നത് അപ്പോൾ അത്, അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് എന്തായാലും ആഡ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് മധുരത്തിന് പഞ്ചസാരയും കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈത്തപ്പഴം ഇടാം. അപ്പോൾ ഈത്തപ്പഴം ഇവിടെ ഉണ്ടായിട്ടില്ലേനു, അതുകൊണ്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. പിന്നെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ക്യാരറ്റും കൂടി ചേർത്തിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്യുക കേട്ടോ. തരി ആയതുകൊണ്ട് തന്നെ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ വിടാണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ക്യാരറ്റിന് പകരം ആപ്പിളും ചേർക്കുക കേട്ടോ. ആപ്പിൾ ചേർത്താലും നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇതാ നല്ല രീതിക്ക് മിക്സ് ആക്കിയിട്ട് നിങ്ങളെ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കുക. അപ്പോൾ ഞാൻ അധികം ലൂസുമല്ല അധികം തിക്കും അല്ലാത്ത ആ ഒരു രീതിക്കാണ് കേട്ടോ ആക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ മോള് കുടിക്കും, ഭയങ്കര ലൂസായാൽ കുടിക്കൂല. പിന്നെ തരി കുറച്ച് ദഹിക്കാൻ ടൈം എടുക്കുമല്ലോ, ഭയങ്കര കട്ടിയിലും കൂടി കൊടുക്കാണ്ടിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.